ഇന്ത്യയും അമേരിക്കയും ഉടൻ തന്നെ ബൈലാറ്ററൽ ട്രേഡ് ഡീലിൽ എത്തിയേക്കുമെന്നുള്ള സ്പെക്കുലേഷന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 400 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സൂചനകളാണ് ഗിഫ്റ്റ് നിഫ്റ്റി നൽകുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ സൂചനകൾ ലഭിക്കുമ്പോഴും മാർക്കറ്റ് വോളറ്റൈലായി തുടരാനാണ് സാധ്യത. കാരണം ഏഷ്യൻ മാർക്കറ്റിലും അമേരിക്കൻ ഫ്യൂച്ചറിലും ഇടിവ് പ്രകടമാണ്. മികച്ച ഒരു റാലിക്ക് ശേഷം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു. നെറ്റ്ഫ്ലിക്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷൻ മിസ് ചെയ്തതിനെ തുടർന്ന് നാസ്ഡാക്ക് 1% ഇടിഞ്ഞു. നാസ്ഡാക്ക് മാത്രമല്ല, മറ്റുള്ള അമേരിക്കൻ ഇൻഡെക്സുകളും ഇടിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് മുഹൂർത്ത് ട്രേഡിംഗ് ദിവസവും മാർക്കറ്റ് ഏറെക്കുറെ വോളറ്റൈലായിരുന്നു. മുഹൂർത്ത് ട്രേഡിംഗ് ദിവസം മാർക്കറ്റ് 0.10% ഉയർന്ന് 25,868 ക്ലോസിംഗ് നൽകിയെങ്കിലും ഒട്ടുമിക്ക ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലായിരുന്നു. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 97 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം 607 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ്റെ ഇൻഡെക്സ് 1% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ കൊറിയൻ ഇൻഡെക്സിലും വീക്ക്നെസ് പ്രകടമാണ്. അതോടൊപ്പം തന്നെ ക്രൂഡിൻ്റെ വിലയിൽ 2.9% വർധനവുണ്ടായി. $64 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ക്രൂഡിൻ്റെ വില ഉയർന്നപ്പോൾ ഗോൾഡിൻ്റെ വിലയിൽ 6% ഇടിവ് വന്നു. സിൽവറിൻ്റെ വില അതിൻ്റെ പീക്ക് ലെവലിൽ നിന്നും 20% കറക്റ്റ് ആവുകയും ചെയ്തു. ഇവിടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് നെഗോഷിയേഷൻസിലുണ്ടായ പ്രോഗ്രസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗോൾഡിലും സിൽവറിലും ഇടിവ് വന്നിരിക്കുന്നത്. കൂടാതെ ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങില്ല എന്നുള്ള ഒരു സ്പെക്കുലേഷൻ പ്രവർത്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ വർധനവ് വരികയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഉടമസ്ഥൻ ഭവേഷ് അഗർവാളിനെതിരെ പോലീസ് FIR ഫയൽ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലിയോ സൊല്യൂഷൻസ് കോയമ്പത്തൂരിലുള്ള അതിൻ്റെ കോമ്പറ്റൻസ് സെൻറ്റർ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു. എക്സ്പ്ലിയോ സൊല്യൂഷൻ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ഗുൽഷൻ പോളിയോൾസ് എന്ന കമ്പനിക്ക് 1185 കോടി രൂപയുടെ ഒരു ഓർഡർ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എഥനോൾ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് ലഭിച്ചത്. അതുകൊണ്ട് ഗുൽഷൻ പോളിയോൾസ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. കൂടാതെ BEL എന്ന കമ്പനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും 633 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഫയർ കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്, വെപ്പൺ എക്യുപ്മെൻറ്റ് തുടങ്ങിയവ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് BELന് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് BEL എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഈ പാക്ക് പ്രീഫാബിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 73%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 56% വർദ്ധിച്ച് 24 കോടിയായി മാറുകയും റവന്യൂ 62% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 433 കോടിയായി മാറുകയും എബിറ്റ 75% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 50 കോടിയായി ഉയരുകയും ചെയ്തതുകൊണ്ട് ഈ സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജെയിൻ റിസോഴ്സ് റീസൈക്ലിങ്ങിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിനെയും ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 588 മില്യൺ രൂപയിൽ നിന്നും 992 മില്യൺ രൂപയായി ഉയർന്നു. റവന്യൂ 13.2 ബില്യൺ രൂപയിൽ നിന്നും 21.14 ബില്യൺ രൂപയായി ഉയരുകയും ഇയർ ഓൺ ഇയറിൽ എബിറ്റ മാർജിൻ 878 മില്യൺ രൂപയിൽ നിന്നും 1.6 ബില്യൺ രൂപയായി ഉയരുകയും ചെയ്തു. അദാനി എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്ക് ഒരു പുതിയ സബ്സിഡറി കമ്പനി ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്